നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഞാനിപ്പോ അക്കുച്ചേട്ടനെ ഉണർത്തില്ല. അർജന്റ് വർക്കൊക്കെ അങ്ങ് ഓഫീസില്. രാവിലെ അക്കുച്ചേട്ടൻ ഓഫീസിൽ വരുമ്പോ സംസാരിച്ചോ. എന്താണ് അക്കുച്ചേട്ടാ ഒറ്റക്കിരുന്ന് ചിരിക്കുന്നത്? നിന്നെ ഓർത്താ മേഡം. മാഡോ? അതെന്താ പുതിയൊരു വിളി? അതങ്ങനെയാ മേഡം. അക്കുച്ചേട്ടാ ചുമ്മാ കളിയാക്കല്ലേ. കളിയാക്കിയതല്ല മേഡം, ശരിക്കും പറഞ്ഞതാ. ചീഫ് എഞ്ചിനീയർ ശ്രേയ എല്ലാവരെയും ഓർഡർ ഇട്ട് വരച്ച് വരയിൽ നിർത്തുന്നവളാ. അവളെ നീ ഒന്നും അല്ലാതാക്കി കളഞ്ഞില്ലേ? എന്തായിരുന്നു നിന്റെ മറുപടി? എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞില്ലേ? അതാ ഞാൻ മേഡം എന്ന് വിളിച്ചത്. ആ, ശ്രേയ മേഡത്തിന്റെ മേഡമായിട്ട് മാറിയില്ലേ? അതാണോ കാര്യം? ശരി, ഞാനേ ഉറങ്ങാൻ പോവാ. കാക്കോതി പോവല്ലേ. എന്താ അക്കുച്ചേട്ടാ? ശ്രേയയോട് അങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? അക്കുച്ചേട്ടനീന്ന്. എന്നീന്നോ? അതെ, ശ്രേയ അക്കുച്ചേട്ടനെ കുറെ കഷ്ടപ്പെടുത്തിയതല്ലേ. അതൊക്കെ കണ്ട് എനിക്ക് ദേഷ്യം വന്നു. അത് പുറത്തെടുക്കാനൊരു അവസരം കിട്ടി. അതാ അങ്ങനെയൊക്കെ പറഞ്ഞത്. നിന്റെ മറുപടി കേട്ട് ശ്രേയ ഞെട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ശ്രേയയുടെ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് സംസാരിച്ചത് അക്കുച്ചേട്ടൻ അറിഞ്ഞാൽ എന്തു പറയും? എന്താ ആലോചിക്കുന്നേ? ഓരോ സാഹചര്യങ്ങളല്ലേ ഓരോരുത്തരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന. അക്കുച്ചേട്ടന് ശ്രേയോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. അക്കുച്ചേട്ടന്റെ ചീഫ് അല്ലേ. എന്നാ എനിക്ക് അങ്ങനെയല്ലല്ലോ. എന്റെ ചീഫ് വേറൊരാളാ. അതാരാ കാക്കോതി? ഞാനറിയാതെ നിനക്കൊരു ചീഫ്? അതൊന്നും പറയില്ല. വേണമെങ്കിൽ ക്ലൂ തരാം. എന്നാ ക്ലൂ താ. വെളുത്ത നിറം, ചകിരി പോലത്തെ മുടി, പിന്നെ താടിയും ഉണ്ട്. ഓ, ആരാന്ന് കണ്ടുപിടിക്കേ. ഞാനാണോ? അല്ലത് വേറെ ആരാ? നിക്ക്, കളിയാക്കോണോ? അല്ല അക്കുച്ചേട്ടാ, അക്കുച്ചേട്ടനില് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാ പറഞ്ഞത്. അല്ല കാക്കോതി, നീ പറഞ്ഞത് വെച്ച് ശ്രേയ മിക്കവാറും എനിക്ക് ഓഫീസിൽ വെച്ച് എന്തെങ്കിലും പണിഷ്മെന്റ് തരും. ഒരു പണിഷ്മെന്റും കിട്ടില്ല അക്കുച്ചേട്ടാ, ഞാനല്ലേ പറയുന്നേ. കൗതി, നിന്നെ കാണാതായപ്പോ ഞാൻ എല്ലായിടത്തും നോക്കി. പിന്നെ തോന്നി നിന്റെ ഇഷ്ടസ്ഥലമായ അടുക്കളയിൽ കാണും. എന്താ പരിപാടി? കണ്ടില്ലേ അക്കുച്ചേട്ടാ, അക്കുച്ചേട്ടന് ഇഷ്ടപ്പെട്ട ജിലേബി ഉണ്ടാക്കാൻ പോവാ. വാവ്, സൂപ്പർ. ഞാനുണ്ടായി കാണിക്കാം. അതിന് അക്കുച്ചേട്ടന് നല്ല ഡിസൈനിൽ ജിലേബി ഉണ്ടാക്കാൻ അറിയോ? അതെന്ത് ചോദ്യാ കാക്കോതി? ഇങ്ങ് മാറ്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടാ, കണ്ടുപിടിച്ചോ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ. അക്കുച്ചേട്ടൻ എന്തി കാണിക്കുന്നേ? ഞാൻ ചെയ്യാം. അങ്ങനെയല്ല അക്കുച്ചേട്ടാ. അയ്യോ, എനിക്കറിയാം. വെയിറ്റ് ആൻഡ് സീ. കണ്ടാ, ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ. ശരിയാവില്ല, ഇങ്ങ് തന്നെ ഞാൻ ഉണ്ടാക്കിക്കോളാം. നിക്ക് കാക്കോത്തി, ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ. ഒന്ന് പ്രാക്ടീസ് ആവട്ടെ. ഡയലോഗ് മാത്രമേ ഉള്ളൂ. നിക്ക് കാക്കോത്തി. അക്കുച്ചേട്ടൻ എന്തി കാണിക്കുന്നേ? നിക്ക്. ചേട്ടാ ഇങ്ങനല്ല അക്കുച്ചേട്ടാ, ഞാൻ ചെയ്യാം. ഇങ്ങനല്ല. അക്കുച്ചേട്ടാ എങ്കി താ.
ദേ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന് ഇങ്ങനെ ജിലേബി ഉണ്ടാക്കാം കേട്ടാ. ഇങ്ങ് തന്നേ. പിടിച്ചേ. ദേ, ഇങ്ങനെ കൗകുതി, ഈ ജിലേബിയെ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവരുന്ന കൂടുതൽ കൊണ്ടുവരണേ. ഓഫീസിൽ എല്ലാവർക്കും കൊടുക്കാലോ. ശരി, കൊണ്ടുവരാം. പതുക്കെ. കൈ മാറ്റാരലൊക്കെ കാണും. ആര് കാണാനാ? ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ ഇങ്ങനെ കൊഞ്ചു കൊഞ്ചു തോളിൽ കൈയിട്ടെന്നൊക്കെ വരും. അതൊക്കെ നോക്കി കാണുന്നവന്മാര് നാണം കെട്ടവന്മാരാ. അങ്ങനത്തെ നാണം കെട്ടവന്മാരൊന്നും നമ്മുടെ വീട്ടിലുണ്ടെന്ന് തോന്നുന്നില്ല. നീ ഇത് പിടിച്ചേ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എന്താ ഉണ്ടാക്കുന്നത്? ഇതെന്താ ഇത് അക്ഷരങ്ങൾ എഴുതാണോ? വിദ്യാരംഭം കുറിക്കുന്ന പോലെ. നീ കണ്ടോ? പക്ഷെ എന്താ ഇത്? എന്തേ കാണിക്കുന്ന? വെയിറ്റ്, നീ കണ്ടോ? എന്താ ചേട്ടാ ഇത്? എന്റെ പേരോട് ജിലേബിയോ? അതെ ചാരു, ചാരു ജിലേബി. എനിക്ക് കഴിക്കാനാ. അപ്പൊ ചേട്ടാ മതിയേ, ഇതാരും കാണണ്ട. കാണട്ടെ കാക്കുത്തി, നമുക്കെന്താ. പിന്നൊരു കാര്യം. എന്താ ചേട്ടാ? ഉച്ചയ്ക്ക് ഓഫീസിലേക്ക് ഭക്ഷണമായിട്ട് വരുമ്പോ അച്ഛനോട് തിരിച്ച് വൈകുന്നേരം വരൂന്ന് പറയണം. അതെന്തിനാ? നീ കൊണ്ടുവരുന്ന ഭക്ഷണം നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് നമുക്കൊരു സിനിമയ്ക്ക് പോവാം. സിനിമ കഴിഞ്ഞ് ടൗണിലൊക്കെ കറങ്ങി നല്ലൊരു ഹോട്ടലിൽ കയറി ഡിന്നറും കഴിക്കാം. എന്നിട്ട് അടിച്ച് പൊളിച്ച് തിരിച്ചു വരാം. ഓക്കെ? ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഓഫീസിൽ പോയി റെഡി ആവട്ടെ. അക്കുച്ചേട്ടൻ പോകുന്നില്ലേ? പോവാ, റെഡി ആവട്ടെ.